ഓ, സമയം എന്തായി? 12 മണിയായല്ലോ. ഈ കുട്ടി എന്താ എവിടെ പോയി കിടക്കുന്നത്? ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ പഠിച്ചാനെ. സമയത്തിന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നൂടെ? ശരി, ഉമ്മ ഇവിടെ ഉറങ്ങാണ്ടിരിക്കുക. സമയം 12 മണിയായില്ലോ. ഉമ്മ എന്താ ആരും കാത്തിട്ട് ഇവിടെ ഇരിക്കണ്? ഇല്ല മോളെ, ഉറങ്ങണം. മോൻ വന്നിട്ടില്ലല്ലോ ഈ നേരം വരെ. അതെ, സമയം 12 മണിയായി. അവനെയും നോക്കി നിൽക്കുക. ഇങ്ങനെ മോനെയും കാത്തിരുന്ന് വല്ല വയ്യാകിയും എത്തിച്ചു വെച്ചോ. ഉമ്മ അതിനാണല്ലോ മെനക്കെട്ടിരിക്കുന്നത്. ഉമ്മക്ക് BP ഷുഗറൊക്കെ ഉള്ളതല്ലേ. അവൻ വരാണ്ട് എങ്ങനെ മോളെ കിടക്കുക? അവൻ വരാണ്ട് ഒരു സമാധാനം ഇല്ല. കുട്ടിക്ക് വന്ന് ചോറ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ചോറ് കഴിക്കാണ്ട് വന്ന് വെറുതെ കിടക്കും. അവൻ ചോറ് കഴിക്കാണ്ട് കിടക്കുക, നമ്മൾ ചോറ് കഴിച്ച് കിടക്കുക, എങ്ങനെ ഉണ്ടാകുക? അമ്മയാകുമ്പോൾ എടുത്ത് കൊടുത്താൽ അവൻ കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ വന്ന് ഉറങ്ങും. അത് കാരണമാണ്. അല്ലെങ്കിൽ അവൻ വന്ന് കിടന്നോട്ടെ വന്നിരിക്കുക. ചോറ് കഴിക്കാണ്ട് കിടന്നാലോ എൻ്റെ കുട്ടി. അത് കാരണം കാത്തിരിക്കാൻ വന്നാൽ മതി. മോള് ചെന്ന് കിടന്നോ? എന്നോട് കിടക്കാനൊന്നും പറയണ്ട. പോയ ആൾക്ക് തിരിച്ചു വന്നിട്ട് ചോറ് എടുത്തുണ്ടാൻ അറിയില്ലേ അമ്മ? അമ്മ എന്നീ 12 മണി വരെ ഇരുന്ന് കാത്തിരിക്കണ്. വന്നിട്ട് വാരി കൊടുത്താലേ കഴിക്കുള്ളൂ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. വന്ന് എടുത്ത് കഴിക്കാനുള്ളതല്ലേ ഉള്ളൂ. വല്ല വയ്യാകിയും എത്തിച്ച് വെച്ചിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കൊന്നും വേണ്ട. ഒറ്റയ്ക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും പോയി കിടക്കും. ഉമ്മന്റെ മോനെയും കാത്തിട്ടിരുന്നോ. BP ഒക്കെ കൂടുമ്പോ അറിഞ്ഞോളൂ താനെ. കുട്ടി എന്ത് സമയം, എന്താ ഒരു സമയം നോക്കിയിട്ട് തന്നൂടെ? മോനെ, ഇല്ല മോനെ, സമയം 12 മണി കഴിഞ്ഞില്ലേ? നിനക്കൊന്ന് നേരത്തെ വന്നൂടെ മോനെ? നേരത്തെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നീ കിടന്നൂടെ? ഉമ്മാക്ക് ഈ പ്രസവത്ത് ഉറപ്പുള്ളതല്ലേ? ഈ ഉറപ്പ് വെച്ചിട്ടിരിക്കുമ്പോ ഉമ്മാക്ക് വയ്യാണ്ടാവൂലേ? ഉമ്മാന്റെ അടുത്ത് അതിന് ആരാ കാത്തിക്കാൻ പറഞ്ഞത്? ഉമ്മാക്ക് കിടന്നുറങ്ങായിരുന്നില്ലേ? ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊപ്പം ഉണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നു. പിന്നെ എന്തിനാ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും വേണ്ട ഭക്ഷണം. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഉമ്മയും പോലും കഴിച്ചിട്ടില്ല. ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് വരുന്നത്? വല്ല വയറിലേക്ക് വല്ല കേടാവില്ല കടയിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ? നീ വന്ന് കഴിക്കാനില്ല ഉമ്മ എത്ര നേരമായില്ല മോനെ? നീ നേരത്തെ വാടാ, പുറത്തേക്കൊക്കെ പോയാല്. നിങ്ങളുടെ അടുത്ത് ആരാ കാത്തിക്കാൻ പറഞ്ഞത്? അത് മാത്രല്ല, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 100 വിളിയാണല്ലോ. എന്റെ കൂട്ടുകാരന്മാരെ ചോദിക്കുന്നത് എന്റെ ഉമ്മാക്കൊന്നും ഉറക്കൊന്നുമില്ലേന്ന്. ഈ സമയത്ത് വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഉമ്മ 1000 വട്ടം പറഞ്ഞിട്ടില്ലേ ഫോൺ ഇങ്ങനെ തുരുതുരാന്നിട്ട് വിളിക്കണ്ടെന്ന്? ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും കുത്തി 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 വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്ഷണമൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ എന്തിനാ ഉമ്മയും കഴിക്കാണ്ട് ചോറും കാത്തിട്ട് എന്നെ ഇരിക്കേണ്ട ആവശ്യം? എനിക്കറിയാം, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എനിക്കറിയാം എടുത്ത് കഴിക്കാനും വിളമ്പാനും വിശന്ന കഴിക്കാനും ഒക്കെ എനിക്കറിയാം. ഉമ്മ എന്താ ഇമ്മാതിരി സംസാരിക്കുന്നത്? ഉമ്മാക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക, കിടന്നുറങ്ങുക. എപ്പോ വരണോ എങ്ങനെ പോകണമെന്നൊക്കെ എനിക്കറിയാം നന്നായിട്ട്. ചെറിയ കുട്ടിയൊന്നുമല്ല. മോൻ വന്ന് ഒന്നും കഴിക്കാണ്ട് കിടക്കുന്നു പറഞ്ഞിട്ടാണ് ഈ നേരം വരെ ഉമ്മ ഉറക്കം വെച്ചിട്ട് ഇരുന്നത് മോനെ. ഈ ഒന്നും കഴിക്കാണ്ട് വന്ന് കിടന്നാലോ എന്ന് വെച്ചിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇതെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നു. നീ ഇങ്ങനെ വന്നിട്ട് എന്തിനാ മോനെ ഉമ്മാനോട് ചൂടാകുന്നു? ചോറ് കഴിക്കാണ്ട് ഭക്ഷണേ കിടന്ന കാല് തരുമ്പി വയറങ്ങനെ കാളിപ്പോ ഇതാവൂല്ലേ വിശന്നിട്ട്? അതല്ലേ ഉമ്മ കാത്തിരുന്നത്? ഉമ്മ കാത്തിരുന്നതാണോ മോനക്ക് തെറ്റ്? വാ, ചോറ് ഒരു പിടി കഴിക്കും. എനിക്കൊന്നും വേണ്ട. ഉമ്മടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ പുറത്തുനിന്ന് ബീഫും പൊറാട്ടയും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ വരുന്നത്. ഉമ്മ കാത്തിരിക്കണത് എന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ വാതിലടച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാ. വന്നിട്ട് ഇനി മുട്ടി കഴിക്കുന്നു പറഞ്ഞോണ്ടിരിക്കണ്ടട്ടാ. അല്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഭയങ്കര ബഹളായിരുന്നല്ലോ. ഇക്ക വന്നാ? അവൻ വന്ന മോളെ, അവൻ എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയൊക്കെയോ ഉമ്മാനെ പറയും. എന്ത് കുട്ടി ഇങ്ങനെ കാത്തിരുന്ന് ചോറ് കഴിക്കണ മോനെ പറഞ്ഞ എന്നെ എന്തിനാ കാത്തിരിക്കുന്നത്? അതൊക്കെ കിട്ടിയില്ലേ ഉമ്മന്റെ വിശപ്പിന്? വയറ് നിറച്ച് തന്നില്ലേ ഇക്ക? ഉമ്മക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ അപ്പഴും പറഞ്ഞില്ലേ, വന്ന ആൾക്ക് വന്ന് കിടക്കാനും കഴിക്കാനും ഒക്കെ അറിയാം. ഉമ്മാന്റെ കാര്യം നോക്കിട്ട് പോയി കിടക്കുന്നു. വെറുതെ ഒരുപാട് സ്നേഹമൊന്നും കാണിക്കണ്ട. അതിന് മാത്രമുള്ളത് തിരിച്ചു കിട്ടണില്ലല്ലോ. എന്ത് പറയണെങ്കിലും ഇക്ക ചൂടായിട്ട് തന്നെയല്ലേ പറയണത്. അപ്പൊ എന്തിനാ ഉമ്മ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണെന്ന് വേണ്ടേ? ഇപ്പൊ എന്തായി വന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്നുണ്ട്. ഉമ്മ ഇപ്പൊ ഇവിടെ കരഞ്ഞിട്ടിരിക്കല്ലേ? അത് വല്ലതും അറിയുന്നുണ്ട് അവര്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു മോളെ? എൻ്റെ
ഞാൻ പെറ്റ ഉമ്മയല്ലേ, അവൻ വന്ന് ഭക്ഷണേ കിടക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ ഉമ്മ ഇത്ര നേരം കാത്തിരുന്ന് ചോറൊക്കെ വിളമ്പി കാത്തിരിക്കുന്നു. അല്ലാണ്ട് എന്ത് തെറ്റ് ഞാൻ ചെയ്ത്? അവൻ ഇത്രയും പറഞ്ഞിട്ട് പോവാൻ മാത്രം എന്താ ചെയ്യ മോളെ? ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ വല്ലാണ്ട് ഇവിടെ ഇരുന്ന് വിഷമിക്കൊന്നും വേണ്ട. എണിച്ചിട്ട് ഭക്ഷണം കഴിക്ക്. അവരൊക്കെ നല്ല വയറിന് കഴിച്ചിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് തന്നെയല്ലേ വന്നിക്കണ്. ഉമ്മ എണിച്ചേ, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്കും. മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. എണിക്കമ്മ, ഞാൻ വിളമ്പി തരണ. ശരി, ചെല്ല്. ഇക്ക കിടന്നാ? ആ ഇല്ല, കിടന്നിട്ടൊന്നും ഇല്ല. എന്റെ ഷെബിക്കപ്പൊ പുറത്ത് പോലും ചെറുക്കന്മാരോട് കണങ്ങലും ഒക്കെ ഓക്കെ. ഉമ്മ എന്തോരം വട്ടം വിളിക്കണം. അപ്പൊ ഒരു വട്ടം വിളിച്ചിട്ട് വരാൻ വൈകും. ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോന്ന് പറഞ്ഞ് ആ പാവം മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കും. നിങ്ങള് ഏതോ നേരത്ത് വരുന്ന വരെ ഉമ്മ അവിടെ കാത്തിരിക്കുക. എപ്പ തൊട്ട് ഇരിക്കണമെന്ന് അറിയാം. ഞാൻ കുറെ വട്ടം പറഞ്ഞാണ് ചെന്ന് കിടക്കാന്. പക്ഷെ ഇതുവരെയും കേൾക്കണില്ല. ഇക്ക വന്ന് ചോറ് കൊടുക്കണം പറഞ്ഞിട്ട് തന്നെ ഇരിക്കണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ എത്രയെന്ന് വെച്ചിട്ടാ പറയണത് ഉമ്മാന്റെ അടുത്ത്? ഉമ്മാക്ക് അത് മനസ്സിലാവണ്ടേ? ഫസ്റ്റ് ഒക്കെ ഞാൻ കൊറേ പറഞ്ഞു തന്നെയാ. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ മനുഷ്യർക്ക് ആണ്ട് പിടിക്കില്ലേ? പിന്നെ കണ്ടില്ലേ, കേറി വരുമ്പോ തന്നെ ഇരുന്നിട്ട് എന്നെയും കാത്തി ഇങ്ങനെ ഇരിക്കുക. അതാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം പിടിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ദയവ് ചെയ്ത് ഉമ്മാന്റെ അടുത്ത് ചൂടാവാനൊന്നും നിൽക്കല്ലേ. ഉമ്മാക്ക് ഷുഗറും ബി പി ഒക്കെ ഉള്ളതാണ്. നമ്മളൊന്ന് ചെന്ന് സംസാരിക്കും. ദയവ് ചെയ്ത് ഉമ്മാന്റെ അടുത്ത് ചൂടാവാനൊന്നും നിൽക്കല്ലേ. ഉമ്മാക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതല്ലേ. പെട്ടെന്നൊരു വയ്യാക വന്നു അറിയാന് വലിയ കാരണങ്ങളൊന്നും വേണ്ട. ചെറിയ ചെറിയ വിഷമങ്ങൾ മതി. ഇക്ക വന്നിട്ട് ഇങ്ങനെ ചൂടാകുമ്പോ ഉമ്മക്ക് അത് നല്ല വിഷമായിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ ഇരുന്ന് കരയണു. പിന്നെ എന്താ വേണ്ടേ? ഒന്ന് സമാധാനത്തിൽ ചെന്ന് സംസാരിക്കും. അവരുടെ സ്നേഹം കൊണ്ടല്ലേ ഈ കാത്തിരിക്കണോ ഭക്ഷണം തരണം എന്നുള്ള ചിന്തയൊക്കെ. ശരി, ഞാൻ ഉമ്മാർത്ത് രാവിലെ സംസാരിച്ചതുകൊണ്ട് എനിക്ക് ഉമ്മാർത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം വന്ന് ഇരുന്നപ്പോ എനിക്ക് മനസ്സിലെന്തോ പോലെ. ഞാൻ ഉമ്മാർത്ത് രാവിലെ സംസാരിച്ചേട്ടാ. ചിലപ്പോ ഉമ്മ ഉള്ള കാലം വരെ തന്നെ നമ്മളൊക്കെ സ്നേഹിക്കാൻ ആൾക്കാരായിട്ടുള്ളൂ. അവരുടെ കാലശേഷം ആരാ ഉള്ളത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പൊ തന്നെ അവര് സ്നേഹിക്കണ നല്ലത്. പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ കിടന്ന് എന്തായാലും രാവിലെ ഉമ്മാനായിട്ടൊന്ന് സംസാരിക്കും കേട്ടാ. ശരി.